ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് തിരുവോണമാണ്. നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇന്നത്തെ ചെറിയ ചെറിയ ഓണവിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പം നമുക്ക് എന്തായാലും ആദ്യം അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇത് ചാത്തന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. ഓണമായോണ്ട് നല്ല തിരക്കായിരുന്നു. അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വയലും ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. ഗൈസ്, അടുത്ത് നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. മാത്രം ഇട്ടില്ല. ഇപ്പൊ 10 മണി ആവുന്നുണ്ട് കേട്ടോ. അത്തപ്പൂ എന്റെ സാരി ഉടുത്തതൊന്നും ശരിയായില്ല, പക്ഷെ ഓണം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നേരെ വന്ന് അത്തപ്പൂ ഇടാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി അടുപ്പിച്ചായി. പിന്നെ നമ്മൾ അത്തപ്പൂ ഇടാൻ വലിയ ഡിസൈൻ ഒന്നും നോക്കി നിന്നില്ല. സാധാരണയായിട്ട് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്തപ്പൂക്കളം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഓണം ആയി കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്നത് പതിവാണ്. ഈ കാണുന്നത് ഞാൻ അമ്മയുടെ ഒരു വീഡിയോ എടുക്കുമെന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ പോയി പടക്കം പൊട്ടിക്കാൻ നിന്നതാണ്. പക്ഷേ നോക്കിക്കോ, ആരും പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പടക്കം പൊട്ടിച്ച് ഞാൻ വീണതൊന്നുമല്ല കേട്ടോ. പടക്കത്തിന്റെ ശബ്ദം കേട്ട അമ്മയൊന്ന് പേടിച്ചതാണ്. അങ്ങനെ ക്യാമറ അങ്ങ് മാറിപ്പോയി. എന്തായാലും ഞാൻ പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് നിന്നതാ. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത പടക്കം പൊട്ടിക്കാൻ പോയതാണ് ഈ കാണുന്നത്. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ പേടിയായിരുന്നു പടക്കം പൊട്ടിക്കാൻ. അടുത്ത പരിപാടി സദ്യ കഴിക്കലായിരുന്നു. ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇതുപോലെ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാറ്. സത്യം പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. അങ്ങനെ നമ്മൾ സദ്യ കഴിച്ച് പായസം കൂടി അവസാനം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓണസദ്യ ഒഫീഷ്യലി കംപ്ലീറ്റ് ആയി. സദ്യ കഴിച്ചതിന്റെ ക്ഷീണത്തിൽ കുറച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഈവനിങ് ആയി. പിന്നെ നമ്മളൊരു 6 മണി 6:30 ആയപ്പോൾ കൊല്ലം ഫെസ്റ്റ് കാണാൻ പോയി. അവിടെ നമ്മൾ പാരഡൈസ് പാർക്കിലാണ് കയറിയത്. എൻട്രി ഫീസ് 200 ആയിരുന്നു. എന്തായാലും കയറിയ ഉടനെ തന്നെ നമ്മൾ മാവേലിയെ കണ്ടൊരു ഫോട്ടോ എടുത്തു. മാവേലിയെ കാണാതെ എന്തോണം. അങ്ങനെ നമ്മൾ ഫെസ്റ്റ് കാണാൻ വേണ്ടി അകത്ത് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ജസ്റ്റ് ചുറ്റിക്കറങ്ങി അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മുതലേനെയാണ്. പിന്നെ ഞാൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഫെസ്റ്റിവൽ വൈബ് തന്നെയാണ് തോന്നിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് കാണുന്നതെല്ലാം കഴിക്കാൻ തോന്നുമായിരുന്നു. പിന്നെ ചൂട് ചോളം കണ്ടത് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ അവിടെ കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. ഈ ചോദ്യമൊക്കെ കേട്ടാൽ നമ്മളിപ്പോൾ എറിഞ്ഞിടൂന്നായിരുന്നു. പക്ഷെ സത്യം പറയാലോ, പൈസ പോയതല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല. അയ്യോ, പുള്ളിക്കാരനെ ചങ്ക് കത്തി കേട്ടോ. ബിസ്ക്കറ്റ് ഒന്നും വീണപ്പോ ചോറൊക്കെ ഇച്ചിരി ഉന്മേഷത്തോടെ. ആ ഓടുപോയല്ലേ. 50 രൂപ. എന്താ ഗിഫ്റ്റ്? ഗിഫ്റ്റ് ഉണ്ടോ? ഈ ബാറ്റും ബോളുമാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യനെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.